ഹായ് എല്ലാവർക്കും, ജീൻ അല്ലവയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സന്തോഷകരമായ ഒരു താങ്ക്സ്ഗിവിംഗ് നന്ദി ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രുചിബോധത്തിൽ എങ്ങനെ നിധി കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാൻ ഇവിടെ സ്റ്റൈലിനെക്കുറിച്ചല്ല, മറിച്ച് വ്യത്യസ്തമായ രുചികൾ അറിയാനുള്ള നമ്മുടെ യഥാർത്ഥ കഴിവിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. പല സംസ്കാരങ്ങളിലും അവർ ഉപ്പ്, മധുരം, പുളി, കയ്പ്, ഉമാമി എന്നിങ്ങനെ വൈവിധ്യമാർന്ന രുചികളെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഈ വ്യത്യസ്ത രുചികളെല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ രുചിബോധം വളർത്താനും നമ്മെ സന്തുലിതമായി നിലനിർത്താനും ശരിക്കും സഹായിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വറുത്തതും മധുരമുള്ളതുമായ കാര്യങ്ങൾ, അതായത് ഉപ്പിനും മധുരത്തിനും വേണ്ടിയുള്ള ഒരു തള്ളിക്കയറ്റം ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ലോകമെമ്പാടുമുള്ളവർക്ക് ഈ രുചി വൈവിധ്യം ആവശ്യമുണ്ടെന്നുള്ള ആഴമായ ധാരണയുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇതൊരു കാരണം നമ്മുടെ രുചിബോധം വളർത്തിയെടുക്കുന്നു എന്നതാണ്. നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾ രുചിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരുപക്ഷേ മധുരമുള്ള വൈനുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങും. എന്നാൽ നമ്മൾ കൂടുതൽ രുചിക്കുന്തോറും കൂടുതൽ ഡ്രൈ ആയ വൈനുകളോട് നമുക്ക് ഇഷ്ടം തോന്നാൻ തുടങ്ങും. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. നമ്മുടെ രുചിബോധം വളരുകയും മാറുകയും ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണിത്. വിക്ടറി വിത്ത് ആഷിൽ നമ്മൾ നമ്മുടെ രുചിബോധം വളർത്തുകയും നമ്മുടെ അനുഭവത്തെ കൂടുതൽ വിപുലമാക്കുകയും ചെയ്യുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയും പഠിക്കുകയും രുചിക്കുകയും ചെയ്യും. ചരിത്രത്തിലുടനീളം സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് വളരെയധികം മൂല്യം കൽപ്പിച്ചിരുന്നു. അവ കറൻസിയായി ഉപയോഗിച്ചിരുന്നു. അവ തികച്ചും അമൂല്യമായിരുന്നു. വളരെയധികം ആവശ്യക്കാരുള്ളതും വിലയേറിയതുമായിരുന്നു. ഞാൻ കുങ്കുമപ്പൂവിന്റെ ഒരു ഉദാഹരണം പറയാം. വ്യത്യസ്ത സുഗന്ധവ്യഞ്ജനങ്ങൾ നിധി തന്നെയായിരുന്നു. കേവലമായ നിധി. ഒരു ഭക്ഷണത്തിന് അവ എങ്ങനെ മൂല്യം നൽകി എന്നതിലൂടെ അത് വെറും രുചിയില്ലാത്ത ഒരു പാത്രം ഉരുളക്കിഴങ്ങ് എന്നതിൽ നിന്ന് ഇപ്പോൾ എല്ലാ വ്യത്യസ്ത രുചികളും ചേർന്ന സവിശേഷമായ ഒരു വിഭവമായി മാറുന്നു. റെഡ് ഫെയിൻ ഇതിനെ പിന്തുണയ്ക്കും എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ഷെഫ് പശ്ചാത്തലം വെച്ച് അത് അതിനെ അടുത്ത തലത്തിലേക്ക് എത്തിക്കുന്നു. വിക്ടറി വിത്ത് ആഷ് ഒരു രൂപകമായി എടുക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിയെ അവരുടെ അടിസ്ഥാന നിലയിൽ നിന്ന് അവർക്ക് മുമ്പ് കേട്ടിട്ടില്ലാത്തതോ അനുഭവിക്കാത്തതോ രുചിക്കാത്തതോ ആയ അറിവുകളിലേക്കും ജ്ഞാനത്തിലേക്കും പരിശീലനത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും തുറന്നുകാട്ടുന്നതിലൂടെ അവർ സ്വയം അടുത്ത തലത്തിലേക്ക് എത്തുന്നു. ഈ പുതിയ രുചികൾ പര്യവേക്ഷണം ചെയ്യാനും രുചിക്കാനും അതിലേക്ക് കടന്നു ചെല്ലാനും അവസരം എടുക്കുന്നതിലൂടെ അവർ അവരുടെ ജീവിതത്തെ ഒരു അടിസ്ഥാന മീറ്റ് ആൻഡ് പൊട്ടറ്റോസ് ഭക്ഷണത്തിൽ നിന്ന് ഒരു വിശിഷ്ടമായ ഭക്ഷണത്തിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് വിക്ടറി വിത്ത് ആഷ് എന്നത് ഒരു ഷെഫിന്റെ ടേസ്റ്റിംഗിന് പോകാനുള്ള ഒരു പദവിയായി ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് അതിൽ പരിചയമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നല്ല വില നൽകിയാണ് ഒരു റെസ്റ്റോറന്റിൽ പോകുന്നത്. ആ ഷെഫ് പര്യവേക്ഷണം ചെയ്യുകയും പരീക്ഷിക്കുകയും വ്യത്യസ്ത രുചികളും വ്യത്യസ്ത മാംസങ്ങളോ പച്ചക്കറികളോ ഏതെങ്കിലും തരത്തിലുള്ള കോമ്പിനേഷനുകളോ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ രുചിക്കാൻ വേണ്ടിയാണിത്. പോകുന്ന ആളുകൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് ശരിക്കും അറിയില്ല, പക്ഷേ അവർ ഷെഫിനെ വിശ്വസിക്കുന്നു. അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു വിദഗ്ധനാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതിനാൽ ഈ പുതിയ കാര്യങ്ങളെല്ലാം രുചിക്കാനും ഷെഫിനൊപ്പം അത് പര്യവേക്ഷണം ചെയ്യാനുമുള്ള അനുഭവത്തിനായി അവർ പണം നൽകാൻ തയ്യാറാണ്. അതാണ് വിക്ടറി വിത്ത് ആഷ്. എന്നാൽ ഈ ഷെഫിന്റെ ടേസ്റ്റിംഗ് നമുക്ക് സൗജന്യമായി ലഭിക്കാനുള്ള ഒരു പദവിയുണ്ട്. ഇത് തികച്ചും ഒരു സമ്മാനമാണ്. അതിൽ ഞാൻ വളരെ ആവേശത്തിലാണ്. അതുകൊണ്ട് ഈ താങ്ക്സ്ഗിവിംഗ് നന്ദി ദിന അവധിക്കാല വാരത്തിൽ നമ്മൾ എല്ലാവരും ജീവിതം രുചിക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും വിക്ടറി വിത്ത് ആഷിലേക്ക് കടന്നു ചെല്ലാനും പഠിക്കാനും പര്യവേക്ഷണം ചെയ്യാനും ഞാൻ നിർദ്ദേശിക്കുന്നു. നമ്മൾ അത് ഷെഫ് ആഷ് മുഫാറയ്ക്കൊപ്പം ഒരുമിച്ച് ചെയ്യും. ഇതിലും കൂടുതൽ എനിക്ക് ആവേശഭരിതനാകാൻ കഴിയില്ല. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കേട്ടതിന് വളരെ നന്ദി.